അളഗപ്പനഗർ കോൺഗ്രസിൽ ഗ്രൂപ്പ് തർക്കം. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് സിപിഐയുടെ വോട്ട്. വടക്കാഞ്ചേരി ബൈപ്പാസ് റെയിൽവേ മേൽപ്പാലം ഒഴികെയുള്ള ഭാഗത്തിന്റെ DPR തയ്യാറാക്കുന്നതിനായുള്ള പ്രാരംഭ നടപടികൾ ആരംഭിച്ചു. ചിമ്മിനി ടൂറിസം മേഖലയിലേക്ക് KSRTCയുടെ ഉല്ലാസയാത്ര ആരംഭിക്കാൻ തീരുമാനം. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലാണ് ഉല്ലാസയാത്ര സംഘടിപ്പിക്കുന്നത്. അഞ്ചങ്ങാടി കടപ്പുറം ഹൈസ്കൂളിന് സമീപം യുവാക്കൾ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ 2 പേർക്ക് കുത്തേറ്റു. മയക്കുമരുന്ന് സംഘങ്ങൾ മൂലം മേഖലയിലെ സ്വൈരജീവിതം നഷ്ടപ്പെടുന്നതായി നാട്ടുകാർ. കൊടുങ്ങല്ലൂരിൽ ബൈക്ക് അപകടത്തിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി മരിച്ചു. ശ്രീനാരായണപുരം അഞ്ചങ്ങാടി സ്വദേശി അനഖാണ് മരിച്ചത്. പെരിഞ്ഞനത്ത് നിയന്ത്രണം വിട്ട കാർ കടയിലേക്ക് ഇടിച്ചു കയറി. പുതുക്കാട് ചെങ്ങാലൂരിൽ വിവാഹ വിരുന്നിൽ പങ്കെടുത്തവർക്ക് ഭക്ഷ്യവിഷബാധ. 11 പേർ ആശുപത്രിയിൽ ചികിത്സ തേടി. കുടിവെള്ളം ലഭിക്കാത്തതിനെ തുടർന്ന് കോതപറമ്പ് മാന്തുരുത്തി നിവാസികൾ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരെ ഓഫീസിൽ തടഞ്ഞുവെച്ചു. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് പൈപ്പ് മുറിച്ചു മാറ്റിയതാണ് കുടിവെള്ള വിതരണം തടസ്സപ്പെടാൻ കാരണം. നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. അളഗപ്പനഗർ കോൺഗ്രസിൽ ഗ്രൂപ്പ് തർക്കം. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് സിപിഐയുടെ വോട്ട്. അളഗപ്പനഗർ കോൺഗ്രസിലെ ഗ്രൂപ്പ് തർക്കവും ചേരിപ്പോരും രൂക്ഷമായി. അളഗപ്പനഗർ പഞ്ചായത്ത് ഭരണസമിതി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റിന്റെ പിന്തുണയോടെ മത്സരിച്ച പ്രിൻസി ഡേവിസ് നറുക്കെടുപ്പിലൂടെ വിജയിച്ചു. തിരഞ്ഞെടുപ്പ് ധാരണ പ്രകാരം പ്രസിഡന്റ് മാറിയതോടെ തുടങ്ങിയ പടലപ്പിണക്കമാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിലും പ്രകടമായത്. 4 അംഗങ്ങളുള്ള വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനത്തേക്കാണ് ബുധനാഴ്ച തെരഞ്ഞെടുപ്പ് നടന്നത്. കോൺഗ്രസിന് 3ഉം CPIയുടെ 1 അംഗത്തിനുമായിരുന്നു വോട്ടവകാശം. സാധാരണ നിലയിൽ മത്സരത്തിന് സാധ്യതയില്ലാത്ത തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്ത് പ്രസിഡന്റ് K. രാജേശ്വരി പ്രിൻസിയെ നിർദ്ദേശിച്ചു. ഇതോടെ എതിർ ഗ്രൂപ്പിലെ ദിനിൽ പാലപ്പറമ്പിൽ, പ്രിൻസ് അരിപ്പാലത്തുകാരൻ എന്നിവർ മത്സര സന്നദ്ധത അറിയിച്ചു. ദിനിൽ ഉറച്ചു നിന്നതോടെ കോൺഗ്രസുകാർ തമ്മിലുള്ള മത്സരത്തിന് വേദിയൊരുങ്ങി. സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെ CPI അംഗം അശ്വതി പ്രിൻസിക്ക് വോട്ട് ചെയ്തതോടെ 2 പേർക്കും ഈ 2 വോട്ട് വീതമായി. തുടർന്ന് നടന്ന നറുക്കെടുപ്പിൽ പ്രിൻസി വിജയിക്കുകയായിരുന്നു. പ്രസിഡന്റ് CPI അംഗത്തെ വശത്താക്കിയാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി പിടിച്ചെടുത്തതെന്നാണ് എതിർപക്ഷത്തിന്റെ ആരോപണം. നേരത്തെയുള്ള തെരഞ്ഞെടുപ്പ് ധാരണ അട്ടിമറിച്ചാണ് K. രാജേശ്വരി പ്രസിഡന്റായതെന്നും മറുപക്ഷം പറയുന്നു. TCV പുതുക്കാട്. വടക്കാഞ്ചേരി ബൈപ്പാസ് റെയിൽവേ മേൽപ്പാലം ഒഴികെയുള്ള ഭാഗത്തിന്റെ DPR തയ്യാറാക്കുന്നതിനായുള്ള പ്രാരംഭ നടപടികൾ ആരംഭിച്ചു. കൊടുങ്ങല്ലൂർ ഷൊർണൂർ സ്റ്റേറ്റ് ഹൈവേ 22-ൽ വടക്കാഞ്ചേരി ഓട്ടുപാറ നഗരങ്ങളിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിനായി നിർദ്ദേശിക്കപ്പെട്ട വടക്കാഞ്ചേരി ബൈപ്പാസ് പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിനായുള്ള തുടർ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് നീങ്ങുകയാണെന്ന് സേവ്യർ ചിറ്റിലപ്പള്ളി MLA അറിയിച്ചു. നിർദ്ദിഷ്ട ബൈപ്പാസിന്റെ അവസാന ഭാഗത്ത് അകമലയിൽ നിർമ്മിക്കേണ്ട റെയിൽവേ മേൽപ്പാലത്തിന്റെ DPR തയ്യാറാക്കുന്നതിന്റെ മുന്നോടിയായി മണ്ണ് പരിശോധന കഴിഞ്ഞ ദിവസങ്ങളിൽ ആരംഭിച്ചിരുന്നു. മേൽപ്പാലം ഒഴികെയുള്ള ബൈപ്പാസിന്റെ റോഡും പാലവും ഉൾപ്പെടെയുള്ള DPR തയ്യാറാക്കുന്ന പ്രവൃത്തി ഇതിനോടൊപ്പം സമാന്തരമായി തന്നെ നടക്കണം എന്നാവശ്യപ്പെട്ട് സേവ്യർ ചിറ്റിലപ്പള്ളി MLA പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു. പൊതുമരാമത്ത് വകുപ്പിന് കീഴിലെ ഹൈവേ ഡിസൈൻ വിഭാഗമാണ് DPR തയ്യാറാക്കുന്നത്. ഇതേസമയം തന്നെ സമാന്തരമായി ബൈപ്പാസിന്റെ മറ്റ് ഭാഗങ്ങളുടെ DPRും തയ്യാറാക്കുന്നത് പദ്ധതിയെ വേഗത്തിലാക്കുമെന്ന് MLA പറഞ്ഞു. വടക്കാഞ്ചേരി ബൈപ്പാസിന്റെ DPR തയ്യാറാക്കുന്നതിന് വേണ്ടി നേരത്തെ PAD തയ്യാറാക്കുന്ന പ്രവൃത്തി അകമല കാട്ടിലെ ഗേറ്റ് ഭാഗത്ത് KRI കമ്പനി ആരംഭിച്ചിരുന്നു. അതിന്റെ സോയിൽ ടെസ്റ്റ് മറ്റ് നടപടികൾ നടന്നുകൊണ്ടിരിക്കുക. സമാന്തരമായി ബൈപ്പാസിന്റെ മറ്റു ഭാഗങ്ങൾ സോയിൽ ടെസ്റ്റ് നടത്തിയും അലൈൻമെന്റ് പൂർണ്ണമാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ മേൽപ്പാലത്തിന്റെ നടപടികളോടൊപ്പം തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന ഒരു നിർദ്ദേശം ഇതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനോട് അഭ്യർത്ഥിച്ചിരുന്നു. നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, വൈസ് ചെയർപേഴ്സൺ ഷീല മോഹനൻ തുടങ്ങിയവർ MLAക്കൊപ്പം ഉണ്ടായിരുന്നു. TCV ന്യൂസ് വടക്കാഞ്ചേരി. ചിമ്മിനി ടൂറിസം മേഖലയിലേക്ക് KSRTCയുടെ ഉല്ലാസയാത്ര ആരംഭിക്കാൻ തീരുമാനം. ആമ്പലൂരിൽ നിന്നും ടൂറിസം സർക്യൂട്ടിന്റെ ഭാഗമായുള്ള യാത്ര ലോക ടൂറിസം ദിനമായ ഈ മാസം 27-ന് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലാണ് സംഘടിപ്പിക്കുന്നത്. പുതുക്കാട് KSRTC സ്റ്റാൻഡുമായും സർവീസുമായും ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് KK രാമചന്ദ്രൻ MLAയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. പുതുക്കാട് KSRTC ഡിപ്പോയിലേക്ക് കൂടുതൽ ഡ്രൈവർമാരെ നിയമിച്ച് മുടങ്ങിക്കിടക്കുന്ന സർവീസുകൾ പുനരാരംഭിക്കുമെന്ന് DTO TA ഉബൈദ് പറഞ്ഞു.
യോഗത്തിൽ കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം.ആർ. രഞ്ജിത്ത്, അളഗപ്പനഗർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ. രാജേശ്വരി, ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് എം.എൽ.എ ചെയർമാനും പുതുക്കാട് KSRTC ഇൻസ്പെക്ടർ കൺവീനറുമായ ജനകീയ കമ്മിറ്റി രൂപീകരിച്ചു. അഞ്ചങ്ങാടി കടപ്പുറം ഹൈസ്കൂളിന് സമീപം യുവാക്കൾ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ 2 പേർക്ക് കുത്തേറ്റു. കടപ്പുറം കോളനിപ്പടി സ്വദേശി ഉവൈസ്, അഞ്ചങ്ങാടി സ്വദേശി സാലി എന്നിവർക്കാണ് കുത്തേറ്റത്. ഇരുവരെയും തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സംഭവം. നേരത്തെ ഉണ്ടായ സംഘർഷത്തിന്റെ തുടർച്ചയായാണ് സംഘട്ടനമെന്ന് പറയുന്നു. മുനക്കക്കടവ്, അഞ്ചങ്ങാടി, തൊട്ടാപ്പ്, സുനാമി കോളനി എന്നീ മേഖലയിലുള്ളവരാണ് സംഘത്തിലുള്ളത്. മയക്കുമരുന്ന് സംഘങ്ങൾ മൂലം മേഖലയിലെ സ്വൈരജീവിതം നഷ്ടപ്പെടുന്നതായി നാട്ടുകാർ പറഞ്ഞു. കൊടുങ്ങല്ലൂരിൽ ബൈക്ക് അപകടത്തിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി മരിച്ചു. ശ്രീനാരായണപുരം അഞ്ചങ്ങാടി കുണ്ടിയാർ അജിതന്റെ മകൻ അനഖാണ് മരിച്ചത്. 19 വയസ്സായിരുന്നു. ചൊവ്വാഴ്ച വൈകിട്ട് കോട്ടപ്പുറം ടോളിന് സമീപത്തായിരുന്നു അപകടം. ബസ്സിന് സൈഡ് കൊടുക്കുന്നതിനിടയിൽ നിയന്ത്രണം വിട്ട ബൈക്ക് ബസ്സിലിടിച്ച് റോഡിൽ വീഴുകയായിരുന്നു. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മാഞ്ഞാലി എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിയായ അനഖ് കോളേജിൽ നടക്കാനിരുന്ന ഓണാഘോഷത്തിന്റെ ഒരുക്കങ്ങൾക്ക് ശേഷം വീട്ടിലേക്ക് മടങ്ങും വഴിയാണ് അപകടത്തിൽപ്പെട്ടത്. പെരിഞ്ഞനത്ത് ദേശീയപാതയിൽ നിയന്ത്രണം വിട്ട കാർ കടയിലേക്ക് ഇടിച്ചു കയറി. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ബുധനാഴ്ച പുലർച്ചെ 12:30യോടെ പെരിഞ്ഞനം തെക്കേ ബസ് സ്റ്റോപ്പിനടുത്താണ് അപകടമുണ്ടായത്. തെക്ക് ഭാഗത്തു നിന്നും വന്നിരുന്ന കാർ മുന്നിലുണ്ടായിരുന്ന മറ്റൊരു കാറിലിടിച്ച് നിയന്ത്രണം വിട്ട് അമ്മോസ് ഫുട്വെയർ എന്ന സ്ഥാപനത്തിലേക്കാണ് ഇടിച്ചു കയറിയത്. കടയുടെ ഷട്ടറും ഉള്ളിലെ ഗ്ലാസും ഷോക്കേസും പൂർണ്ണമായും തകർന്നു. അന്തിക്കാട് സർക്കാർ ആശുപത്രി റോഡിൽ വെള്ളം നിറഞ്ഞുകിടക്കുന്ന കുഴിയിൽ വീണ് വീട്ടമ്മയ്ക്കും മരുമകൾക്കും പരിക്കേറ്റു. താന്യം പുതിയ വീട്ടിൽ മുഹമ്മദ് അലിയുടെ ഭാര്യ റംലത്ത്, മരുമകൾ അംന നിസാർ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഭർത്തൃമാതാവിനെ അന്തിക്കാട് സർക്കാർ ആശുപത്രിയിൽ ഡോക്ടറെ കാണിക്കാൻ ഇരുചക്ര വാഹനത്തിൽ വരുന്നതിനിടയിലാണ് അപകടം. പരിക്കേറ്റ ഇരുവരും പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ആശുപത്രി വിട്ടു. മുൻമന്ത്രി VS സുനിൽകുമാറിന്റെയും CC മുകുന്ദൻ MLAയുടെ വീടുകളിലേക്ക് പോകുന്ന റോഡും പടിഞ്ഞാറേ ഭാഗത്തു നിന്ന് വരുന്നവർക്ക് അന്തിക്കാട് സർക്കാർ ആശുപത്രിയിലേക്ക് എത്തുവാനുള്ള എളുപ്പമാർഗവുമാണ് ഈ റോഡ്. റോഡ് തകർന്നു കിടക്കുന്നത് മൂലം നിരവധി സ്കൂൾ വിദ്യാർത്ഥികളും മറ്റും കുഴിയിൽ വീണ് അപകടത്തിൽപ്പെടുന്നതായി സമീപവാസികൾ പറഞ്ഞു. ആശുപത്രിയിലോട്ട് കൂടെ പോകുമ്പോൾ അവിടെ കുറേ കരിങ്കല്ല് പോലത്തെ കല്ലുകൾ കണ്ടിട്ട് ഞാൻ വണ്ടി കൂടെ ഒതുക്കിയതാ. ഓപ്പോസിറ്റ് വണ്ടി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു ഗട്ടറിൻ്റെ കൂടെ ആ ഗട്ടറിക്ക് ഞങ്ങൾ വീണു. അപ്പം എൻ്റെ വണ്ടി ശരിയും ഉമ്മ തണ്ടലടിച്ച് വീഴുകയും ചെയ്തു. എനിക്ക് കാലുമ്മ ഒരു ചെറിയൊരു ഇത് പറ്റി. അപ്പോൾ നമ്മളെ റോഡിൻ്റെ അവസ്ഥ ഇപ്പോൾ ഇതാണ്. ഇപ്പോൾ ഈ റോഡ് മാത്രമല്ല, അന്തിക്കാട് ആലിൻ്റെ അവിടുന്ന് പടിഞ്ഞാട്ട് പോകുന്ന റോഡുണ്ട്. അതേപോലെ അന്തിക്കാട് സെൻട്രൽ സ്കൂളിൻ്റെ അവിടുന്ന് കോളിൻ്റെ അവിടേക്ക് പോകുന്ന റോഡ്, അന്തിക്കാട് ആലിൻ്റെ അവിടുന്ന് കിഴക്കോട്ട് പോകുന്ന റോഡ്, എല്ലാ റോഡിൻ്റെ അവസ്ഥ ഇപ്പോൾ ഇങ്ങനെയാണ്. ഇതിൽ കൂടെ ഒരുപാട് സ്കൂൾ വിദ്യാർത്ഥികൾ ഈ റോട്ടിലൂടെ പോകുന്നതാണ്. അപ്പോൾ ഇതിന് എന്തെങ്കിലും കർശനമായിട്ട് തന്നെ എന്തെങ്കിലും നടപടികൾ പഞ്ചായത്ത് എടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പുതുക്കാട് ചെങ്ങാലൂരിൽ വിവാഹ വിരുന്നിനെത്തിയ 11 പേർക്ക് ഭക്ഷ്യവിഷബാധയേറ്റു. ചെങ്ങാലൂർ എസ്എൻപുരം തെങ്ങിൽ ഗിരിജന്റെ മകളുടെ വിവാഹത്തിന് മുന്നോടിയായുള്ള വിരുന്നിനിടെ വിളമ്പിയ ഭക്ഷണത്തിൽ നിന്നാണ് വിഷബാധയേറ്റത്. 3 വയസ്സുള്ള കുട്ടിയുൾപ്പെടെ 6 പേർ കൊടകരയിലെ സ്വകാര്യ ആശുപത്രിയിലും 5 പേർ ഷൊർണൂരിലെ സ്വകാര്യ ആശുപത്രിയിലും ചികിത്സയിലാണ്. ചെങ്ങാലൂരിലെ ശാന്തി കാറ്ററിംഗ് എന്ന സ്ഥാപനത്തിൽ നിന്നാണ് ഇവർ ഭക്ഷണം ഏൽപ്പിച്ചത്. ചിക്കൻ ബിരിയാണിയും മീൻകറിയും കഴിച്ചവർക്കാണ് ഭക്ഷ്യവിഷബാധയേറ്റത്. 15 പേരാണ് ചടങ്ങിൽ പങ്കെടുത്തത്. കാറ്ററിംഗ് സ്ഥാപനത്തിനെതിരെ വീട്ടുകാർ പുതുക്കാട് പോലീസിലും ആരോഗ്യ വിഭാഗത്തിലും പരാതി നൽകി. കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു ചടങ്ങ് നടന്നത്. തൊട്ടടുത്ത ദിവസം മുതൽ ഭക്ഷണം കഴിച്ചവർക്ക് ഛർദിയും വയറിളക്കവും പനിയും തലവേദനയും അനുഭവപ്പെടുകയായിരുന്നു. പിന്നീടാണ് ഇവർ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയത്. കുടിവെള്ളം ലഭിക്കാത്തതിനെ തുടർന്ന് കോതവറമ്പ് മാന്തുരുത്തി നിവാസികൾ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരെ ഓഫീസിൽ തടഞ്ഞുവച്ചു. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് പൈപ്പ് മുറിച്ചു മാറ്റിയതിനെ തുടർന്നാണ് കുടിവെള്ളം വിതരണം തടസ്സപ്പെടാൻ കാരണം. 1 മാസം മുൻപ് മാന്തുരുത്തി കടവ് നിവാസികൾ പ്രതിഷേധ സമരം നടത്തിയതിനെ തുടർന്ന് 2 ആഴ്ചയ്ക്കകം പുതിയ പൈപ്പ് സ്ഥാപിച്ച് കുടിവെള്ളം എത്തിക്കാമെന്ന് മതിലകം SI രമ്യ കാർത്തികേയന്റെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയിൽ ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥർ ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ 1 മാസം പിന്നിട്ടിട്ടും മുഴുവൻ വീടുകളിലേക്ക് കുടിവെള്ളം ലഭിക്കാതായതോടെയാണ് നാട്ടുകാർ ഉപരോധ സമരവുമായി വീണ്ടും വാട്ടർ അതോറിറ്റി ഓഫീസിലെത്തിയത്. ഗേറ്റിന് മുൻപിൽ പ്രതിഷേധ ചായ തിളപ്പിച്ച് വിതരണവും നടത്തി. 50ഓളം സ്ത്രീകളാണ് പ്രതിഷേധവുമായി എത്തിയത്. മതിലകം ഇൻസ്പെക്ടർ MK ഷാജി അസിസ്റ്റന്റ് എഞ്ചിനീയർമാരുമായി ചർച്ച നടത്തി. 1 മാസത്തിനുള്ളിൽ പുതിയ പൈപ്പിട്ട് ഹോട്ട്ലൈൻ കണക്ഷൻ നൽകി സ്ഥിരം സംവിധാനം ഏർപ്പെടുത്താമെന്ന ഉറപ്പിന്മേൽ സമരം അവസാനിപ്പിക്കുകയായിരുന്നു. ഒന്ന് പാസാക്കി തരാം. പാസാക്കിയാൽ എത്ര
അവർ ശരിയാക്കാന്ന് പറഞ്ഞു. എന്നിട്ട് ഒരാഴ്ചക്കടുത്ത് ശരിയാക്കാം, പൈപ്പൊക്കെ ശരിയാക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ പറഞ്ഞയച്ചത്. എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലൊക്കെ വെള്ളം വന്നിട്ട് കഴിഞ്ഞ മാസം ഞങ്ങൾ ഇവിടെ ഇതേപോലെ സമരത്തിന് വന്നപ്പോൾ സാറുമാർ വന്നിട്ട് പറഞ്ഞ് ഒരാഴ്ചക്കുള്ളിൽ പൈപ്പ് നോക്കി ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. തന്നിട്ടില്ല ഇതുവരെ. ഇപ്പോൾ ഒരാഴ്ചയും കഴിഞ്ഞ് 4 ആഴ്ചയും കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വീണ്ടും വന്നിട്ടുള്ളത് ഇവിടെ. ഞങ്ങൾക്ക് ഇന്നലെ രാവിലെ ഈ 5 മണിയായപ്പോൾ തുടങ്ങി വെള്ളം വന്നിട്ട് രാത്രി 10 മണി വരെ നിന്നിട്ട് 4 കുടം വെള്ളം കിട്ടിയത്. അത് എത്ര ആളെടുക്കും? ഈ കാണുന്ന ആൾക്കാർ ആ പൈപ്പിൽ നിന്ന് എടുക്കാൻ പറ്റുമോ? പൊതു പൈപ്പിലാണ് ഈ വന്നത്. ഈ നൂല് പോലെ വരുന്നത് 10 മണി രാത്രി ആവുന്നത്. ഈ നമ്മ ഈ മഴയൊക്കെ കൊണ്ടാണ് ഈ എടുത്തത്. അതുകൊണ്ട് ഈ 4 കുടം വെള്ളം കൊണ്ട് ഒരു വീട്ടുകാർക്ക് കഴിയാൻ പറ്റുമോ? തൃശൂർ കുറ്റിപ്പുറം റോഡിന്റെ ശോചനീയാവസ്ഥ ഉടൻ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ കുന്നുകുളം ഈസ്റ്റ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ PWD ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. കുന്നുകുളം TK കൃഷ്ണൻ സ്മാരക മന്ദിരത്തിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം നഗരം ചുറ്റി PWD ഓഫീസിന് മുൻപിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് RL ശ്രീലാൽ ഉദ്ഘാടനം ചെയ്തു. NS ജിഷ്ണു അധ്യക്ഷത വഹിച്ചു. ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി KA സൈഫുദ്ദീൻ, ബ്ലോക്ക് ട്രഷറർ KA അഖിൽ, സച്ചിൻ പ്രകാശ് തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. കൊടുങ്ങല്ലൂർ ശ്രീനാരായണപുരം ആമണ്ടൂരിൽ ഹോട്ടലുകളിൽ മോഷണവും പണവും ലോട്ടറി ടിക്കറ്റുകളും ഭക്ഷ്യവസ്തുക്കളും കവർച്ചയും നടന്നു. ആമണ്ടൂർ സെന്ററിലുള്ള ഫ്രണ്ട്സ് ഹോട്ടൽ, ആമണ്ടൂർ പടിഞ്ഞാറ് വശത്തുള്ള വാപ്പാന്റെ കട എന്നിവിടങ്ങളിലാണ് മോഷണം നടന്നത്. കുഴിക്കാട്ട് ബാബുവിന്റെ ഉടമസ്ഥയിലുള്ള ഫ്രണ്ട്സ് ഹോട്ടലിൽ നിന്നും 4000 രൂപയും 1500 രൂപ വിലയുള്ള ലോട്ടറി ടിക്കറ്റുകളും നഷ്ടപ്പെട്ടു. കുട്ടുങ്ങപ്പറമ്പിൽ സൈനുദ്ദീന്റെ ഉടമസ്ഥയിലുള്ള ചായക്കടയിൽ നിന്നും 1500 രൂപയും ബിസ്ക്കറ്റ്, അണ്ടിപ്പരിപ്പ് എന്നിവയും നഷ്ടപ്പെട്ടു. മതിലകം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. വന്ന് വിലവെടുപ്പിന് പോയപ്പോൾ കട തുറന്നു വെക്കണുണ്ടായിരുന്നു. എന്നെ വിളിച്ച് ഞാൻ വന്ന് നോക്കിയപ്പോൾ മേശൻ്റെ പൈസയും കുറേ ചില കാശും 10,000 രൂപ ഉണ്ടായിരുന്നതൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ എന്താ എടുത്തതെന്ന് അറിയില്ല. ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ വെള്ളമൊക്കെ കൊണ്ടുവരുന്ന തോന്നുന്നു. എന്തൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ എടുത്തിട്ടുണ്ടെന്ന് വ്യക്തമായിട്ട് അറിയാൻ പറ്റില്ല. രാവിലെ കട തുറന്നു കഴിഞ്ഞപ്പോൾ ഈ വാതിൽ തുറന്നെടുക്കുന്നുണ്ട്. അപ്പോൾ അടയ്ക്കാൻ മറന്നാണെന്നാണ് വിചാരിച്ചത്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ചേച്ചി വന്നിട്ട് എന്നോട് പറഞ്ഞു ഇവിടെയൊക്കെ തുറന്നെടുക്കണ്, എന്തോ മോഷണം പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. മേശ തുറന്നു നോക്കിയപ്പോൾ അതിലൊന്നുമില്ല. 4000 രൂപ വരെ എടുത്ത് പോയിട്ടുണ്ട്. പിന്നെ 1500 രൂപ വരെ ടിക്കറ്റ്, ഇന്ന് കണ്ട ടിക്കറ്റ്. ബജറ്റിൽ 2 കോടി രൂപ എസ്റ്റിമേറ്റ് തുകയിൽ ഉൾപ്പെടുത്തിയ നാട്ടിക ബീച്ച് പാർക്ക് നവീകരണം വേഗത്തിലാക്കാൻ ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി CC മുകുന്ദൻ MLA. ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും അടങ്ങുന്ന സംഘത്തോടൊപ്പം സ്ഥലം സന്ദർശിച്ചതിന് ശേഷമാണ് MLA നിർദ്ദേശം നൽകിയത്. ആദ്യഘട്ടം എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ സ്റ്റീൽ ഇൻഡസ്ട്രിയൽ ലിമിറ്റഡിനെ ചുമതലപ്പെടുത്തിയതായും CRZ ബാധകമല്ലാത്ത രീതിയിൽ എസ്റ്റിമേറ്റ് 2 മാസത്തിനുള്ളിൽ തയ്യാറാക്കി സർക്കാരിൽ ഭരണാനുമതിക്കായി സമർപ്പിക്കാൻ കഴിയുമെന്നും ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ പ്രേംദാസ് പറഞ്ഞു. കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച ബീച്ച് വെഡ്ഡിംഗ് ഡെസ്റ്റിനേഷനായി മാറ്റുവാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് DTPC സെക്രട്ടറി വിജയരാജ് അറിയിച്ചു. MLAയോടൊപ്പം ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ പ്രേംഭാസ്, അസിസ്റ്റന്റ് ടൂറിസം ഇൻഫർമേഷൻ ഓഫീസർ ശാരിക, നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ, വൈസ് പ്രസിഡന്റ് രജനി ബാബു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബിജോഷ് ആനന്ദൻ തുടങ്ങിയവരും ഉണ്ടായിരുന്നു. ഓട്ടുപാറ ഗവൺമെന്റ് LP സ്കൂൾ കെട്ടിടത്തിന്റെ 1ാം നിലയുടെ നിർമ്മാണ ഉദ്ഘാടനം സേവ്യർ ചിറ്റരപ്പള്ളി MLA നിർവഹിച്ചു. വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീല മോഹനൻ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ CB മുഹമ്മദ് ബഷീർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ AM ജമീലാബി, നഗരസഭാ കൌൺസിലർമാരായ KU ഫിറോസ്, AD അജി, SB ഐശ്വര്യ തുടങ്ങിയവർ പങ്കെടുത്തു. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ വിരമിച്ച ജീവനക്കാരുടെ സംഘടനയായ ഓർമ്മക്കൂട്ട് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷം ഒഴിവാക്കി ഓണം കൂടിച്ചേരൽ സംഘടിപ്പിച്ചു. ആഘോഷത്തിന് നീക്കിവെച്ച പണവും ഓർമ്മക്കൂട്ട് അംഗങ്ങളുടെ സംഭാവനയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകും. മെഡിക്കൽ കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ VK രാവൻകുട്ടി കൂടിച്ചേരൽ ഉദ്ഘാടനം ചെയ്തു. ഓർമ്മക്കൂട്ട് പ്രസിഡന്റ് CT ദേവി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി VS സേതുമാധവൻ, ട്രഷറർ ആനന്ദരാജ്, മെഡിക്കൽ കോളേജ് ആശുപത്രി വികസന സമിതി അംഗം KN നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. പെരുമ്പിലാവ് നിലമ്പൂർ സംസ്ഥാന പാതയിൽ ഒറ്റപ്പിലാവ് ആലുംപടിയിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി കുടിവെള്ള വിതരണം തടസ്സപ്പെട്ടു. വെള്ളത്തിന്റെ ഒഴുക്കിൽ റോഡിന്റെ ഒരു ഭാഗം തകർന്നു. സംഭവസ്ഥലത്ത് അടിയന്തരമായി അപകട സൂചനാ ബോർഡുകൾ സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു.
ആത്മീയ സംഗീത രംഗത്ത് പഴഞ്ഞി സ്വദേശി വർഗീസ് തമ്പിയുടെ യാത്ര 4 പതിറ്റാണ്ട് പിന്നിടുന്നു. പഴഞ്ഞി പുലിക്കോട്ടിൽ തമ്പി ലൂസി ദമ്പതിമാരുടെ മൂത്ത മകനായ വർഗീസ് ചെറുപ്രായത്തിൽ തന്നെ സംഗീത ലോകത്തുണ്ട്. നീണ്ട 9 വർഷം പോർക്കുളം ബാലകൃഷ്ണന്റെ ശിക്ഷണത്തിൽ ശാസ്ത്രീയ സംഗീതം പഠിച്ചു. ക്രൈസ്തവ സഭയുടെ ആത്മീയ സന്ധികൾക്കും ആരാധനകൾക്കും ഇദ്ദേഹത്തിന്റെ പ്രകടനം ശ്രോതാക്കളുടെ മനസ്സിൽ ഇടം നേടി. കഴിഞ്ഞ 37 വർഷം തുടർച്ചയായി ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിലെ ദൈവമാതാവിന്റെ 8 നോമ്പ് സുവിശേഷ യോഗത്തിലെ കൊയർ മാസ്റ്ററായുള്ള ആത്മീയ പ്രവർത്തനമാണ് 58-ാം വയസ്സിലും ഏറ്റവും സന്തോഷം തരുന്നതെന്ന് വർഗീസ് പറയുന്നു. പഴഞ്ഞി, കുന്നംകുളം, ചേലക്കര തുടങ്ങിയ വിവിധ പ്രദേശങ്ങളിലെ സുവിശേഷ യോഗങ്ങളിലും മറ്റ് ക്രൈസ്തവ ദേവാലയങ്ങളിലും നിറസാന്നിധ്യമാണ് വർഗീസ് തമ്പി. മോർ കൂർലോസ് ബാവയുടെ പേരിൽ പുറത്തിറക്കിയ ആൽബത്തിൽ സംഗീതമൊരുക്കിയത് ഇദ്ദേഹമാണ്. സംഗീതയാത്രയിൽ ഭാര്യ ഷാഗിയും മക്കളായ ഹന്ന, ടെറ്റസ് എന്നിവരും പിതാവിന്റെ സംഗീത ജീവിതത്തിന് മികച്ച പ്രോത്സാഹനമാണ് നൽകുന്നത്. TCV കുന്നംകുളം. മണലൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ MLAയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പുതിയ ലാബ് കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം മുരളി പെരുന്നെല്ലി MLA നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് അധ്യക്ഷത വഹിച്ചു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിന്ധു ശിവദാസ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ VN സുർജിത്ത്, വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ജിഷ സുരേന്ദ്രൻ, ജിൻസി തോമസ്, പുഷ്പ വിശ്വംഭരൻ തുടങ്ങിയവർ സംസാരിച്ചു. ഓണത്തിന് ഓണക്കോടി ഉടുത്ത് അണിഞ്ഞൊരുങ്ങുമ്പോൾ സഹപാഠികളും പുതുവസ്ത്രങ്ങൾ അണിഞ്ഞുവെന്ന് ഉറപ്പുവരുത്തുകയാണ് അമ്മാടം സെന്റ് ആന്റണീസ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ. പദ്ധതിയുടെ ഭാഗമായി ഉപയോഗിച്ച് പുതുമ മാറാത്ത പഴക്കമില്ലാത്ത വസ്ത്രങ്ങൾ ഇസ്ത്രിയിട്ട് കുട്ടികൾ സ്കൂളിലേക്ക് എത്തിച്ചു. ഈ വസ്ത്രങ്ങളാണ് ഡോർ ഓഫ് ചാരിറ്റിയുടെ ഭാഗമായി ഒരുക്കിയ ക്ലാസ് മുറിയിൽ വയ്ക്കുന്നത്. സ്കൂളിൽ പഠിക്കുന്ന ഏത് വിദ്യാർത്ഥിക്കും ആവശ്യമായ വസ്ത്രങ്ങൾ ഇവിടെ നിന്നെടുക്കാം. സ്കൂളിന്റെ വേറിട്ട പ്രവർത്തനം ശ്രദ്ധിച്ച ഏതാനും വസ്ത്ര വ്യാപാര സ്ഥാപനങ്ങൾ സഹകരിച്ചതോടെ ധാരാളം പുതിയ വസ്ത്രങ്ങൾ വിദ്യാർത്ഥികൾക്ക് ലഭ്യമാക്കുവാൻ സാധിച്ചുവെന്ന് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പ്രധാന അധ്യാപകൻ സ്റ്റെയ്നി ചാക്കോ പറഞ്ഞു. അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ എടുത്ത് ഇവിടെ നിന്ന് പോകാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ആരും അതിനൊരു നിയന്ത്രണം വെച്ചിട്ടില്ല പ്രവർത്തനം ആരംഭിച്ചത്. കുട്ടികൾക്ക് മാത്രമല്ല, അവരുടെ വീടുകളിൽ അവരുടെ അനിയന്മാർക്ക്, അനിയത്തിമാർക്ക്, പാരൻസിന് അവർക്കൊക്കെ സഹായകമാകുന്ന രീതിയിലുള്ള വസ്ത്രങ്ങളെല്ലാം നമ്മുടെ ഡോർ ഓഫ് ചാരിറ്റിയിലുണ്ട്. സാമ്പത്തികമായിട്ട് വളരെ പിന്നാക്കം നിൽക്കുന്ന അവർക്ക് യൂണിഫോമിനപ്പുറത്തേക്ക് നല്ല ഒരു വസ്ത്രം, നല്ലൊരു ഉടുപ്പ് എന്ന് പറയുന്നത് ചിലപ്പോൾ അവർക്ക് പലപ്പോഴും കിട്ടാറില്ല. അതിനൊരു ഉത്തരം കാണലായിരുന്നു ഞങ്ങൾ അമ്മാടം സെന്റ് ആന്റണീസ് ഹൈസ്കൂളിൽ ഡോർ ഓഫ് ചാരിറ്റി എന്നുള്ള ഒരു പദ്ധതി ആരംഭിച്ചത്. കടങ്ങോട് പഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഓണസമൃദ്ധി കർഷക ചന്ത ആരംഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് PS പുരുഷോത്തമൻ അധ്യക്ഷനായി. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KK മണി, പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ രമണി രാജൻ, അംഗങ്ങളായ PA മുഹമ്മദ് കുട്ടി, KR സിമി തുടങ്ങിയവർ സംസാരിച്ചു. ഊരകത്ത് യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച പ്രതി അറസ്റ്റിലായി. നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയായ പല്ലിശ്ശേരി സ്വദേശി അമ്പാടത്ത് വീട്ടിൽ രജീഷിനെയാണ് ഇരിങ്ങാലക്കുട DYSP KG സുരേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. ഞായറാഴ്ച വൈകിട്ടായിരുന്നു കേസിനാസ്പദമായ സംഭവം. ഊരകം പല്ലിശ്ശേരിയിൽ വെച്ചാണ് രജീഷ് ആറാട്ടുപുഴ സ്വദേശി ഷൈജുവിനെ വെട്ടിക്കൊലപ്പെടുത്തുവാൻ ശ്രമിച്ചത്. തലയിൽ വെട്ടേറ്റ ഷൈജു ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. മദ്യപാനത്തിനിടയിലുണ്ടായ തർക്കത്തിലാണ് ആക്രമണത്തിന് കാരണമായതെന്ന് പോലീസ് പറഞ്ഞു. ചേർപ്പ് SHO KO പ്രദീപ്, SIമാരായ PV ഷാജി, സജി പാൽ, റാഫേൽ, ക്രൈം സ്ക്വാഡ് അംഗങ്ങളായ സീനിയർ CPO ES ജീവൻ, CPO KS ഉമേഷ്, സിൻഡി ജിയോ തുടങ്ങിയവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. ചേലക്കര പഞ്ചായത്ത് കൃഷിഭവൻ മുഖേന നടപ്പിലാക്കുന്ന ഓണച്ചന്ത മുൻ MLA UR പ്രദീപ് ആദ്യ വിൽപ്പന നടത്തി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് MK പത്മജ അധ്യക്ഷയായിരുന്നു. കൃഷി ഓഫീസർ CR രേഖ, കാർഷിക വികസന സമിതി അംഗം മുരുകേശൻ തുടങ്ങിയവർ പങ്കെടുത്തു. കടവലൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ പെരുമ്പിലാവിൽ ഓണച്ചന്ത തുടങ്ങി. മുൻ ബാങ്ക് പ്രസിഡന്റ് M ബാലാജി ഉദ്ഘാടനം നിർവഹിച്ചു. ബാങ്ക് പ്രസിഡന്റ് MK മോഹനൻ അധ്യക്ഷത വഹിച്ചു. കടവലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ, MN മുരളീധരൻ, K കൊച്ചനിയൻ, അജിത് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു.
സുഹൃതം തിരുവങ്കടത്തിന്റെ ആഭിമുഖ്യത്തിൽ ജീവകാരുണ്യ കൂട്ടായ്മ സംഘടിപ്പിച്ചു. നഗരസഭാ കൌൺസിലർ ശോഭ ഹരിനാരായണൻ ഉദ്ഘാടനം ചെയ്തു. സുഹൃതം പ്രസിഡന്റ് സ്റ്റീഫൻ ജോസ് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ കൌൺസിലർ വൈഷ്ണവ് പ്രദീപ്, സുഹൃതം സെക്രട്ടറി മേഴ്സി ജോയ്, കോർഡിനേറ്റർ ബാലൻ വാർനാട്ട്, ഗിരീഷ് പാലിയത്ത്, രാധാകൃഷ്ണൻ കരുമത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു. ആയുഷ് വകുപ്പ്, ഭാരതീയ ചികിത്സാ വകുപ്പിന്റെയും ഹോമിയോപ്പതി വകുപ്പിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വയോജന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പിന്റെ ഉദ്ഘാടനം കൈപ്പറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഉഷാദേവി നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് KM ലെനിൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ രാഖി സുകുമാരൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അജിത ഉമേഷ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KB ദീപക്, വാർഡ് മെമ്പർ C ഔസേപ്പ് തുടങ്ങിയവർ സംസാരിച്ചു. കോഴിക്കോട് നടന്ന ഓൾ കേരള സ്പോർട്സ് യോഗ ചാമ്പ്യൻഷിപ്പിൽ 3ാം സ്ഥാനം കരസ്ഥമാക്കിയ കോടന്നൂർ തെക്കേവളപ്പിൽ സൈജു സിനി ദമ്പതികളുടെ മകൾ TS ശ്രീരുദ്രയെ CPI പാർലം ലോക്കൽ കമ്മിറ്റി ആദരിച്ചു. CC മുകുന്ദൻ MLA ആദരം നിർവഹിച്ചു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജെറി ജോസഫ് അധ്യക്ഷത വഹിച്ചു. CPI മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം PT സണ്ണി, മണ്ഡലം കമ്മിറ്റി അംഗം സുഭാഷ് മാരാത്ത്, പാറളം പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K പ്രമോദ് തുടങ്ങിയവർ സംസാരിച്ചു. മുസ്ലിം ലീഗ് വാടാനപ്പള്ളി പഞ്ചായത്ത് കമ്മിറ്റി നടത്തിയ AA മുഹമ്മദ് ഹാജി, KS ഷൌക്കത്ത് അലി അനുസ്മരണം മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CH റഷീദ് ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് PK അഹമ്മദ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് KA ഹാറൂൺ റഷീദ് അനുസ്മരണ പ്രഭാഷണം നടത്തി. RA അബ്ദുൾ മനാഫ്, അഡ്വക്കേറ്റ് MA മുസ്തഫ, AM സനൌഫൽ, PM ഷെരീഫ്, AA ഷജീർ തുടങ്ങിയവർ സംസാരിച്ചു. കടങ്ങോട് പഞ്ചായത്ത് ആയുഷ് പ്രൈമറി ഹെൽത്ത് സെന്റർ ഹോമിയോപ്പതിയുടെ നേതൃത്വത്തിൽ വയോജന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് PS പുരുഷോത്തമൻ അധ്യക്ഷത വഹിച്ചു. അംഗങ്ങളായ ജൂളി തോമസ്, ടെസി ഫ്രാൻസിസ്, PA മുഹമ്മദ് കുട്ടി എന്നിവർ സംസാരിച്ചു. വിലങ്ങന്നൂർ മുതൽ പട്ടിക്കാട് പീച്ചി റോഡ് ജംഗ്ഷൻ വരെയുള്ള മലയോര ഹൈവേയുടെ നിർമ്മാണ സ്തംഭനത്തിനെതിരെ പാണഞ്ചേരി മണ്ഡലം INTUC കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പീച്ചി റോഡ് ജംഗ്ഷനിൽ പ്രതീകാത്മക പ്രതിഷേധ ശയന പ്രദക്ഷിണം നടത്തി. കോൺഗ്രസ് ജില്ലാ നിർവാഹക സമിതി അംഗം KC അഭിലാഷ് സമരം ഉദ്ഘാടനം ചെയ്തു. INTUC മണ്ഡലം പ്രസിഡന്റ് ബാബു പാണംകുടിയിൽ അധ്യക്ഷത വഹിച്ചു. നിയോജക മണ്ഡലം സെക്രട്ടറി ബാബു തോമസ്, KPCC മെമ്പർ ലീലമ്മ തോമസ്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് KP ചാക്കോച്ചൻ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജിഫിൻ ജോയ് തുടങ്ങിയവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി. തളിക്കുളം പഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ കർഷക ചന്ത സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് PI സജിത ഉദ്ഘാടനം ചെയ്തു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AM മെഹബൂബ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് PK അനിത, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷ്ര അബ്ദുൽ നാസർ തുടങ്ങിയവർ പങ്കെടുത്തു. പീച്ചി ഡാം അനിയന്ത്രിതമായി തുറന്ന് മനുഷ്യനിർമ്മിത പ്രളയത്തിന് ഉത്തരവാദികളായവർക്കെതിരെ നടപടി സ്വീകരിക്കുക, പ്രളയബാധിതരുടെ എല്ലാ നഷ്ടങ്ങൾക്കും പരിഹാരം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആമ്പല്ലൂർ സെന്ററിൽ അളഗപ്പനഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് ധർണ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അലക്സ് ചുക്കിരി അധ്യക്ഷത വഹിച്ചു. KL ജോസ്, പോൾസൺ തെക്കുംപിടിക, അനിൽ കുനിയത്ത്, ആന്റണി കുറ്റൂക്കാരൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണവെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6700 രൂപ, പവന് 53,600 രൂപ. വെള്ളി ഗ്രാമിന് 90 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3203 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. വീണ്ടും പ്രധാന വാർത്തകൾ. അളഗപ്പനഗർ കോൺഗ്രസിൽ ഗ്രൂപ്പ് തർക്കം. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് CPIയുടെ വോട്ട്. വടക്കാഞ്ചേരി ബൈപ്പാസ് റെയിൽവേ മേൽപ്പാലം ഒഴികെയുള്ള ഭാഗത്തിന്റെ DPR തയ്യാറാക്കുന്നതിനായുള്ള പ്രാരംഭ നടപടികൾ ആരംഭിച്ചു. ചിമ്മിനി ടൂറിസം മേഖലയിലേക്ക് KSRTCയുടെ ഉല്ലാസയാത്ര ആരംഭിക്കാൻ തീരുമാനം. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലാണ് ഉല്ലാസയാത്ര സംഘടിപ്പിക്കുന്നത്.
പഞ്ചങ്ങാടി കടപ്പുറം ഹൈസ്കൂളിന് സമീപം യുവാക്കൾ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ 2 പേർക്ക് കുത്തേറ്റു. മയക്കുമരുന്ന് സംഘങ്ങൾ മൂലം മേഖലയിലെ സ്വൈരജീവിതം നഷ്ടപ്പെടുന്നതായി നാട്ടുകാർ. കൊടുങ്ങല്ലൂരിൽ ബൈക്ക് അപകടത്തിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി മരിച്ചു. ശ്രീനാരായണപുരം അഞ്ചങ്ങാടി സ്വദേശി അനഖാണ് മരിച്ചത്. പെരിഞ്ഞനത്ത് നിയന്ത്രണം വിട്ട കാർ കടയിലേക്ക് ഇടിച്ചു കയറി. പുതുക്കാട് ചെങ്ങാലൂരിൽ വിവാഹ വിരുന്നിൽ പങ്കെടുത്തവർക്ക് ഭക്ഷ്യവിഷബാധ. 11 പേർ ആശുപത്രിയിൽ ചികിത്സ തേടി. കുടിവെള്ളം ലഭിക്കാത്തതിനെ തുടർന്ന് കോതപറമ്പ് മാന്തുരുത്തി നിവാസികൾ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരെ ഓഫീസിൽ തടഞ്ഞുവെച്ചു. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് പൈപ്പ് മുറിച്ചു മാറ്റിയതാണ് കുടിവെള്ള വിതരണം തടസ്സപ്പെടാൻ കാരണം. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.